ഗുഡ് മോർണിംഗ് ഗായ്സ്, ഈദ് മുബാറക്. ഇന്ന് ഈദ് മോർണിംഗ് ആണ്, 5:30 മണിയാണ്. ഇവിടെ രാവിലെയാണ് കേട്ടോ നിസ്കാരമൊക്കെ. നമ്മളെ നാട്ടിലെ പോലെ അല്ല, രാവിലെ പോകണം. അപ്പോൾ ഇതാണ് ജുനുവിൻ്റെ ഔട്ട്ഫിറ്റ്. ജുനു പള്ളിയിൽ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പം പള്ളിയിൽ ഇതാണ് പള്ളി. ഇവിടെ 6 മണിയൊക്കെ ആയപ്പോൾ നിസ്കാരം തുടങ്ങി. അപ്പോൾ ഒരു 6:30 ആയപ്പോൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി ജുനു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, അതൊക്കെ വഴിയെ പറയാം. അപ്പം ഞങ്ങൾ നേരെ ഇറങ്ങി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇത് മുബാറക് ഗൈസ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ചെറിയ പെരുന്നാളിന് ഇവിടെ ആയിരുന്നു കേട്ടോ. 4-5 മാസമായി ഞങ്ങൾ അബുദാബി വന്നിട്ട്. അപ്പോൾ അന്നും രാവിലെ ലേറ്റായിട്ട് വെജിറ്റേറിയൻ സ്റ്റാർട്ട് ചെയ്യും എപ്പോഴും. അതിൻ്റെ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് കഴിക്കാനുള്ളതല്ലേ. പിന്നെ ഞങ്ങൾ നേരെ പോവാണ്. പോകുന്ന വേറെ ഒന്നുമല്ല, ആയുസിൻ്റെ സിസ്റ്റർ അബുദാബിയിൽ തന്നെയുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്, 20-30 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ ക്യാബ് വിളിച്ചാൽ പോകുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടോ. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ അടുത്തിട്ട് വന്നതുപോലെ തോന്നുന്നു. കുറേ നാളായി ഞാൻ ഈ റോഡിലൊക്കെ വന്നിട്ട്. ജുനു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ ഞങ്ങൾ എത്തി കേട്ടോ, ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇന്ന് ഫ്ലാറ്റിൽ ആക്ച്വലി അവിടുത്തെ ഇക്കാടെ അളിയൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. അപ്പം യുജിനിക്കായും ഉണ്ട് ഞങ്ങളോട് ആഘോഷിക്കാൻ. അപ്പം താത്തി ഞങ്ങളെ വെൽക്കം ചെയ്തു. എല്ലാവരും ഉറങ്ങുമായിരുന്നു കേസ്, കാരണം പള്ളിയിൽ രാവിലെ പോയിട്ട് വന്നിട്ട് എല്ലാവരും ക്ഷീണിച്ച് ഉറക്കമായിരുന്നു. പിള്ളേർ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു, കാരണം അവരുടെ ക്രൈം പാർട്ട്ണറാണ്, അവരുടെ ആച്ചി എന്നാണ് വിളിക്കുന്ന. മാവനാണെങ്കിൽ അവർ ആച്ചി എന്നാണ് വിളിക്കുക. ഭയങ്കര കമ്പനിയാണ് ആച്ചിയായിട്ട്, കാരണം അവരെല്ലാത്തിനും ഇരുന്ന് കൊടുക്കുന്ന ഒരാളാണ്. അത് കണ്ടില്ല, ഇതുപോലെ ഇരുന്ന് കൊടുക്കും അവർക്ക് ഒരുക്കാനും മുടി കെട്ടി കൊടുക്കാനും ഒക്കെ. ജുനുവിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇടയ്ക്കൊക്കെ മുടി കെട്ടി കൊടുക്കാറുണ്ട്. നല്ല നമുക്ക് ഒരുക്കാനൊക്കെ തോന്നുന്നൊരു ടൈപ്പാണ്. അപ്പം പെൺപിള്ളേരാണെങ്കിൽ പിന്നെ പറയണ്ട, അവർക്ക് ഒരുക്കാൻ ഒരാളെ കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇന്ന് ജുനു ആക്ച്വലി ഒന്ന് ട്രിം ചെയ്തിട്ട് വന്നുകൊണ്ട് അത്യാവശ്യം അവൾക്ക് കൈ പിടിക്കാനുള്ള ഹെയർ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു ജുനുവിന്, അവൾ ഹെയറൊക്കെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും. ഇങ്ങനെ ഒരു മാമനുണ്ടായാൽ തന്നെ മതിയല്ലോ, എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇതാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ ചേച്ചിമാർക്കും കിട്ടുന്ന പണി അവരുടെ മക്കളാണ് തിരിച്ചു കൊടുക്കുക. അത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. നല്ല വേദന ഉണ്ട് ജുനുവിന്, നല്ല വേദന എടുക്കുന്നുണ്ട് ഇവൾ മുടിയിലൊക്കെ വലിക്കുമ്പോഴൊക്കെ. പക്ഷേ നല്ല രസമാണ് ഇതൊക്കെ കാണാനല്ലേ, നല്ല രസമാണ്. ഇളയ ആൾ ആക്ച്വലി കഴിഞ്ഞ റംസാൻ വന്നപ്പോൾ അവളങ്ങ് നേരത്തെ ഉറങ്ങിപ്പോയി. അപ്പം ഗെയിമൊക്കെ നമ്മളിതുപോലെ കളിക്കാനൊക്കെ ഇവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഥയൊക്കെ കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഇത്തവണ അവൾ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മൂത്ത ആൾ മഞ്ഞു, ഇളയ ആൾ ഞഞ്ഞു, ഞങ്ങൾ അങ്ങനെ കേട്ടോ വീട്ടിൽ വിളിക്കാറ്. താത്തിയോടുള്ള ദേഷ്യം കൂടെ ഇവരുടെ അടുത്ത് തീർക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. താത്തി മുടിയുള്ളിൽ ദേഷിച്ച് ഇവരെ ജടയൊക്കെ ഇറക്കുന്നത് കൊണ്ടുള്ള ദേഷ്യമാണ് അവർ തിരിച്ച് തീർക്കുന്നതെന്നാണ് അവർ ഇടയ്ക്ക് പറയുന്നത്. പിള്ളേർക്ക് സ്വന്തം പ്രായക്കാരെ മനസ്സിലാവും. ഉപദ്രവം. പിന്നെ ഉമ്മ വിളിച്ചു കേട്ടോ. ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ നാളെയാണല്ലോ പെരുന്നാൾ. അപ്പോൾ അവർക്ക് ഇവിടെ എല്ലാത്ത വിശേഷമൊക്കെ കാണിക്കുമ്പോൾ അതാണല്ലോ അവർക്ക് ഭയങ്കര വിശേഷം. പിള്ളേരുടെ ബഹളവും കുസൃതിയൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. പിന്നെ പിള്ളേരുടെ സ്ഥിരം പരിപാടി യൂനോ. ഇതിൽ കുറേ യൂനോ കാർഡ് ഇവൾമാർ എവിടെയോ എടുത്ത് വെച്ചേക്കുവാണ്. ഇതിൽ കുറച്ചേ ഉള്ളൂ. പിന്നെ അവർക്ക് ഹാപ്പി ആവട്ടെ എന്ന് എഴുതി അവരുടെ കൂടെ ഇരിക്കും. ആക്ച്വലി അവരുടെ അതേ വൈബാണ് നമ്മൾ, കാരണം പിള്ളേരുടെ മൈൻഡാണ് ഞാനും ജുനും. അപ്പം ഞങ്ങളുടെ കൂടെയാണ് അവർ മിക്കവാറും ഈ കാർഡ്സും ഒക്കെ കളിക്കുന്നത്. കഴിഞ്ഞ തവണയും ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു യൂനോ. അപ്പോൾ ഇത്തവണ അത് അപ്പം ഇളയ ആൾ ഇപ്പോൾ ആദ്യമായിട്ട് വന്നത്. അപ്പം ഞങ്ങളുടെ ബഹളം കേട്ടാണെന്ന് അറിയത്തില്ല, ബിജിനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബിജിനിക്കായും കളിക്കാനായിട്ട് കൂടി. അപ്പം ഞങ്ങൾ 5 സെക്ഷനായിട്ട് ഇരുന്ന് യൂനോ കളിക്കുകയാണ്. താത്തി പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇരുന്നു. പിന്നെ താത്തി ഇതൊക്കെ കണ്ട് കളിക്കുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ്. ആക്ച്വലി ഇതാണ് ഒരു ഫൺ മൊമെൻ്റ്. നമ്മൾ കോളേജൊക്കെ ഓർമ്മ വന്നു. കുറേ നാളായി ഇങ്ങനെ ഒരു ഗെയിമിൻ്റെ ആ ഒരു ഇതിലോട്ട് ഇറങ്ങി വന്നിട്ട്. പിള്ളേരാണ്ട് കുറേയൊക്കെ വിട്ടുകൊടുത്തിരുന്നിരുന്ന് ആക്ച്വലി എല്ലാത്തിലും അവസാനം ജുനു ഇക്കായി മാത്രമായി. ഞാൻ എപ്പോഴും ഒക്കെ ഫസ്റ്റ് അടിച്ചു പോകും. ഞാൻ പിള്ളേരാണെങ്കിലും ഞാൻ വെട്ടാനുള്ളതൊക്കെ വെട്ടും. പക്ഷേ പിള്ളേരുടെ എനിക്കിട്ട് പണി വെക്കാനിരുന്നിരുന്ന് ആക്ച്വലി ഇവരാണ് എപ്പോഴും ലാസ്റ്റായത് കേട്ടോ. 2 കളി ഞങ്ങൾ 3-4 കളി കളിച്ചു. എല്ലാത്തിലും ജുനു ഇക്കയായ ലാസ്റ്റൊക്കെ ആയി വന്നത്. കളി കുറേ നീണ്ടുപോയത് അങ്ങനെ.
പിന്നെ അന്ന് വെള്ളിയാഴ്ചയാണ്, ജുമായുടെ ടൈമാണ്, അതുകൊണ്ട് തന്നെ ഇവർ പള്ളിയിൽ പോയി ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ട്. ആ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ ഇത് 3 അളിയന്മാരാണ്. ഒരാളുടെ അളിയനാണ്, മറ്റേ അളിയനാണ് മറ്റത്. അപ്പോൾ ദം പൊട്ടിക്കുകയാണ് ഗൈസ്. ഇതാണ് ദം. അപ്പോൾ ഞാൻ ഇതുവരെ കിച്ചണിൽ വന്നില്ല കേട്ടോ. വന്നിട്ട് പിള്ളേരുടെ കളിയായിരുന്നു. ഇതിപ്പോൾ ദം കണ്ടു. ഇതാണ് ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ആണ്, അടിപൊളി റെസിപ്പി. താത്തി 2 ട്രിപ്പായിട്ടാട്ടോ ഫ്രൈ ചെയ്യുന്നത്. ആദ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ജുനൂന് ഇഷ്ടമുള്ള ടൈപ്പാണ്. അതെന്തോ രീതിയിൽ ഫ്രൈ ചെയ്താലേ ജുനൂന് ഇഷ്ടപ്പെടുമെന്നൊക്കെയാണ്, അങ്ങനെയാണ് താത്തി പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ പിന്നെ ബ്രെഡ് ക്രംസ് ഇട്ട വേറൊരു റെസിപ്പി, അതും ഇനി അടുത്ത സെക്ഷനിലുണ്ട്. അത് നല്ല മണം. ഇത് ബ്രെഡ് ക്രംസ് ഇട്ട അടുത്ത സെക്ഷനാണ് കേട്ടോ. എനിക്കിതാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പിള്ളേർ എൻ്റെ ഇടയിൽ വന്ന് പിണങ്ങിപ്പോയിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് കള്ളനും പോലീസും കളിക്കാൻ എന്നെ വന്ന് വിളിച്ചു. പക്ഷേ ഞാൻ താത്തിയോടൊക്കെ സംസാരിച്ച് കിച്ചണിൽ ഹെൽപ്പ് ചെയ്തൊക്കെ നിന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അവർ പോയി നേരെ TV കാണുവാണ്. അപ്പം ലിവർ റോസ്റ്റ്, ഹാരിസ് ഒരു ലിവർ ഫാനാണ്. അപ്പോൾ ലിവർ റോസ്റ്റ് മസ്റ്റാണ്. അപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ ലിവർ റോസ്റ്റും ചെയ്തു വെച്ചു. അവർ ജുമ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ടേബിളിലൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ് ഗൈസ്. ഇതാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ റെസിപ്പീസ് എല്ലാം. കുറച്ചൊക്കെ ഞാൻ ഹോട്ട് പാക്ക് കൊണ്ടുവന്ന് പാക്ക് ചെയ്തെടുത്തു ഗൈസ് രാത്രിയിലത്തേക്ക്. അതിന് ഞാൻ ഹോട്ട് പാക്കുമായിട്ടാണ് വന്നത്. പിന്നെ ഒരു സിനിമ കാണാമെന്ന് കരുതി സിനിമ ഇട്ടു. സിനിമ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. പിന്നെ ബീലബാൻ ഓർഡർ ചെയ്ത് വന്നിക്കുക. അപ്പോൾ ഞങ്ങൾ 2 ഫ്ലേവേഴ്സ് ഓർഡർ ചെയ്തു. ഇത് ഫ്രൂട്ടാണ്, സ്ട്രോബെറി ഫ്ലേവറും. ഇത് ലോട്ടസ് ബിസ്ക്കറ്റ് പ്ലസ് ചോക്ലേറ്റ് പ്ലസ് പിസ്തയാണ്. ഭയങ്കര മധുരമുള്ളതാണ്. എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല. പിന്നെ ജുനു ഭയങ്കര മധുര ഫാനാണ്. അപ്പം അവന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ പിള്ളേരുടെ ബഹളം കാണാൻ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കാമെന്ന് വെച്ചാൽ. അവർക്ക് ഞങ്ങളല്ലേ ഉള്ളൂ കളിക്കാൻ. ശരിക്കും അവർക്ക് ഈ കളിയൊന്നും അറിയത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് വന്നപ്പോൾ ഇത് കളിച്ചാണ് മഞ്ഞു ഇതിനെപ്പറ്റി പഠിച്ചത്. അപ്പം മഞ്ഞു ഞന്നുവിനോട് പറഞ്ഞപ്പം അവർക്ക് കളിക്കണം, അങ്ങനെ പിന്നെ കളിച്ചതാണ്. അവരാദ്യമായിട്ട് കളിക്കുകയാണെങ്കിൽ കള്ളനെ കണ്ടുപിടിക്കുക അവർക്കൊരു പ്രത്യേക കഴിവാണ്. എല്ലാത്തിലും അവനെ നല്ല രീതിയിൽ അവർ കണ്ടുപിടിച്ചു. പിന്നെ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ലാസ്റ്റ്. പിന്നെ കുറച്ച് ഇതിനായതുകൊണ്ട് തന്നെ 4-5 ദിവസം അവധി ഉള്ളതുകൊണ്ട് ഇവർ സ്റ്റേക്കേഷന് വേണ്ടി ദുബായി പോവാണ്. ബിസിനസ്സുകാരും തിരിച്ച് ദുബായി പോവാണ്. ഞങ്ങൾ വേറൊരു ദിവസം പ്ലാൻ ചെയ്തോടെ ഞങ്ങൾ പിന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇവർ ദുബായിലേക്ക് പോകാനുള്ള എല്ലാം പാക്ക് ചെയ്യുകയാണ് ഗെയ്സ്. കാറിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ തൊട്ട അബുദാബി തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കി അവർ പോയി ഗെയ്സ്. ഞങ്ങൾ പിന്നെ എന്തായാലും ദുബായിൽ പിന്നെ ഒരു ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ വ്ലോഗ് വരുന്നുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ അങ്ങ് ആകെ ടയേർഡായപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങി. കയ്യിൽ ഒരുപാട് സാധനങ്ങളും ആ ബീലബാനും ഞങ്ങൾ ബാക്കി പാക്ക് ചെയ്തെടുത്തു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡേ ആയിരുന്നു. ആക്ച്വലി എല്ലാവരും ചേർന്നൊരു ഇത് വരുമ്പോഴേ അതൊരു ഭംഗിയുള്ളൂ. നല്ലൊരു ഡേ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു ഡേ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് ഗൈസ്.